ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ തിരുവോണ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കുറച്ച് ലേറ്റായിട്ടാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു മഴയുള്ള ദിവസമായിരുന്നു അല്ലേ നമ്മുടെ തിരുവോണം. അപ്പോൾ തിരുവോണം ദിവസം രാവിലെ എല്ലാവരെയും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പേട്ടനാണ് പൂക്കളം ഇടാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. നമ്മൾ ടൗണിൽ നിന്ന് തലേ ദിവസം ഉത്രാടം ദിവസം വൈകുന്നേരം പൂവൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഞാനിവിടെ പഴമൊക്കെ പുഴുങ്ങുന്ന റെഡിയാക്കുന്ന പരിപാടി, അങ്ങനെയുള്ള കുട്ടികളെ റെഡിയാക്കുക അങ്ങനെയുള്ള പരിപാടിയിലൊക്കെയാണ് കേട്ടോ നടക്കുന്നത്. തിരുവോണ ദിവസം രാവിലെ നമ്മൾ പഴം പുഴുങ്ങിയതും അതുപോലെ തന്നെ പപ്പടം കാച്ചിയതും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടല്ലേ കഴിക്കാം. കേരളത്തിൽ ഒട്ടുമിക്ക ഭാഗങ്ങളിൽ അങ്ങനെ ആയിരിക്കും. ഇനി അതിൽ നിന്ന് വേറിട്ടിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ കേട്ടോ. നമ്മൾ നന്നായിട്ട് ശർക്കരയൊക്കെ ഇട്ടിട്ടാണ് പുഴുങ്ങി വെക്കുക. പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് പപ്പടവും ചേർത്ത് കഴിച്ചാൽ അടിപൊളിയാണ്. അപ്പോൾ അതൊക്കെ സെറ്റ് ആയപ്പോഴേക്കും ഇവിടെ ഏട്ടനും മക്കളും കൂടി പൂവൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഞാനും പൂവിടാൻ ഇരിക്കാറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ വർഷത്തെ പൂവിടലിൽ പങ്കെടുക്കാൻ അങ്ങനെ പറ്റിയിട്ടില്ല. വീട്ടിലെ ഓരോരോ തിരക്ക് കാരണങ്ങൾ അവർ മക്കളും അച്ഛനും മക്കളും കൂടി അങ്ങനെ രാവിലെ ചെയ്യാറുണ്ട്. അടിപൊളിയായിട്ട് പൂവൊക്കെ ഇട്ട് നല്ല കേരളീയ തനിമയിൽ തന്നെ ഞങ്ങൾ ഓണക്കോടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിക്ക് ധാവണിയും ആയിരുന്നു എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. ഏട്ടൻ മുണ്ടും ഷർട്ടും, അതുപോലെ ശ്രീനുവിനും ശ്രീകുട്ടിക്ക് പട്ടുപാവാടയും ബ്ലൗസും, അതുപോലെ ശ്രീനുവിന് പട്ടിൻ്റെ ഒരു ഉടുപ്പും. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിന്ന് ഓണാഘോഷം നമ്മുടെ കുഞ്ഞുമോളുടെ വീട്ടിലാണ് കേട്ടോ. ഓണത്തിന് പുത്തൻ ഉടുപ്പൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് റീൽസൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ടൈം ഒട്ടും തികഞ്ഞില്ല. പിന്നെ ഓണസദ്യ ഒരുക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനൊന്നും ടൈം കിട്ടിയില്ല. പിന്നെ ഒരു നൈറ്റി, അത് പുതിയത് തന്നെയാണ്, അത് എടുത്തിട്ടു. സദ്യയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ അമ്മായിയമ്മയും കൂടിയിട്ടാണ് സദ്യ ഒരുക്കിയത് കേട്ടോ. എല്ലാതരം പച്ചടി, അവിയൽ, കാളൻ, ഓലൻ എല്ലാം അതും ഉണ്ടാക്കി. മസാലക്കറി 15 ഐറ്റം കറികളുണ്ടായിരുന്നു. എല്ലാം കൂടെ 15 ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ. വിഭവ സമൃദ്ധമായിട്ടുള്ളൊരു സദ്യ, അടിപൊളിയായിരുന്നു. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ അങ്ങനെ തിരുവോണം ഞങ്ങൾ ആഘോഷിച്ചു കേട്ടോ. നല്ല വാഴയില വെട്ടി അതിലാണ് കേട്ടോ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ എത്ര ഇല്ലെന്ന് പറഞ്ഞാലും നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ സദ്യയൊക്കെ ഒരുക്കിയിട്ടും ഡ്രസ്സ് എടുത്തിട്ടും സന്തോഷത്തോടെ നമ്മൾ എല്ലാം ആഘോഷിക്കുമല്ലോ മക്കൾക്ക് വേണ്ടിയിട്ട്. പിന്നെ എല്ലാവരെയും ആഘോഷങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നോ? തിരുവോണമൊക്കെ അടിപൊളിയായിരുന്നോ? ഓണായിട്ട് എന്തായിരുന്നു പരിപാടി എന്നൊക്കെ എല്ലാവരും കമൻറ്റിലൊന്ന് അറിയിക്കണം കേട്ടോ. നമുക്ക് അതുപോലെ തന്നെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ. വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹവും സപ്പോർട്ടുമാണ് നമുക്ക് ഈ ചാനലിനെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് വേണ്ടത്. നമ്മുടെ പുതിയ ചാനലാണ്, അപ്പോൾ റീച്ച് കിട്ടണം. വീഡിയോസ് പരമാവധി ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഷെയർ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് അവിടുന്ന് ഓണസദ്യയൊക്കെ കഴിച്ച് നേരെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലേക്ക്. അവിടെ വന്ന് വിളക്കൊക്കെ വെച്ചു. നമ്മുടെ പൂവിട്ടത് കണ്ടോ, ഒട്ടും വാടിയിട്ടില്ല കേട്ടോ, അങ്ങനെ തന്നെ നിൽക്കണുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ തന്നെ, അതൊരു മനസ്സിന് സന്തോഷമായിരുന്നു. നാളെ ഇപ്പോൾ അത് എന്തെടുത്ത് കളയണമല്ലോ എന്നുള്ളൊരു വിചാരം ഉണ്ട്. ഇതിപ്പോൾ എന്താ പറ്റിയെന്ന് അറിയില്ല കേട്ടോ. എൻ്റെ കെട്ടിയവന് ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മുണ്ടെടുത്തിട്ടാണ്. സാധാരണ ഗതിയിൽ അമ്പലത്തിൽ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ അപ്പോൾ കുറച്ച് നേരം മാത്രമേ മുണ്ടെടുക്കാറുള്ളൂ. ബാക്കി ഫുൾ ടൈം പാൻറ്റാണ്. ഇന്നിപ്പോൾ മുണ്ടിൽ അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ അതാ പിക്ചർ കണ്ടില്ലേ, അത് കുഞ്ഞുമോളുടെ വീടിൻ്റെ മുൻവശമാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഇതാ വൈകുന്നേരം ഞങ്ങൾ വീണ്ടും ഓണസദ്യ വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുമോളുടെ വീട്ടിലേക്ക് തന്നെ വന്നു. അപ്പോൾ അവിടെ കുറച്ച് ഓണക്കളികളൊക്കെ ആയിട്ട് അങ്ങനെ പോവുമായിരുന്നു കേട്ടോ. വൈകുന്നേരം കുറച്ച് നേരം മക്കൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞുമോളും അതെ, ശ്രീകുട്ടിയും ശ്രീനൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾക്കാണെങ്കിലും നല്ല സന്തോഷമായിരുന്നു കേട്ടോ. തമാശയും അതുപോലെ തന്നെ സിനിമാ പാട്ട് പാടിയിട്ടുള്ള കളികളും കുറേ നേരം പഴമയുടെ ഒരു തിരുവോണം തന്നെ പറയാം കേട്ടോ. അത്രയും നൊസ്റ്റാൾജിക് ഫീലോട് കൂടിയായിരുന്നു ഈ പ്രാവശ്യത്തെ ഓണം ഉണ്ടായിരുന്നത്. ഒരുപാട് കാശും പണവും ഒന്നും ഇറക്കിയിട്ടില്ലെങ്കിലും മക്കൾക്ക് വേണ്ടി കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ നല്ല സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ എല്ലാവരും. വീഡിയോ കോൾ ചെയ്തിരുന്നു. അവള് കറക്റ്റായിട്ട് പോയി. ഇവിടെ കളി തിരക്ക.
സുന്ദരിക്ക് പൊട്ടു വീണു വീണു വീണു. ഓട്ടണില്ല. വീഡിയോ അല്ലേ വന്ന് ഒക്കെ ഉണ്ടാക്കണ്ടേ? മതി മതി മതി. സുന്ദരിക്ക് പൊട്ടു വെക്കാം. മറ്റേ പൊട്ടനെ പറ്റുള്ളൂ, പറ്റില്ല. വെച്ചോ വിട്ടോ 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 വിട്ടോ. ശ്രീനു അതിൽ നിക്കാനിട്ടാണ് അത്. സുന്ദരിച്ചാലും പോരാത്. ആര് പൊപ്പായ ആര് നേരെ പോട്ടെ നേരെ പോട്ടെ മേലെ മേലെ നേരെ മേലെ ഫോട്ടോ കിട്ടിന്നാ നീ അവിടെ വെച്ചെടുക്ക്. മതി. ചെവിയില് പൂവച്ചത് അവിടെ വെച്ചത് അവിടെ കണ്ണിന്റെ അവിടെ. കറക്കൊന്നും വേണ്ട, കറങ്ങിക്കോളൂ ഒറ്റയ്ക്ക്. തോന്നുട്ടാൾക്ക് ശ്രീകുട്ടി മാറും, മുമ്പൊന്നും മാറ്. പോട്ടെ 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 പോട്ടെ. അവിടെ അപ്പുറത്തേക്ക് 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 അവിടെ തന്നെ കുത്തി കുത്തി. കറക്റ്റ്. ഇനി കണ്ണു തുറന്നോക്ക. സ്റ്റഡിയാ? സ്റ്റാർട്ടിങ്. ശ്രീകുട്ടയിൽ ഒഴിക്കാൻ പാടുള്ളൂ. മക്കളുടെ 5 സെക്കൻഡായി. കൂടിയതാണ് കേട്ടോ. നന്നായിട്ട് ചിരിച്ച് കളിച്ച് ആർമാദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത്രയും അവർക്ക് സന്തോഷമായി. അവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ കളിക്കാന്ന് വെച്ചാൽ അവരുടെ ഒപ്പം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ അവർക്ക് നല്ല സന്തോഷമായി. കൂടാതെ അവരുടെ ബുദ്ധിക്കും എല്ലാത്തിനും നമ്മളിങ്ങനെ കൂടെ കൂടുന്നത് നല്ലതാന്ന് കൂടി എനിക്ക് തോന്നിപ്പോയി കേട്ടോ. മുപ്പത് സെക്കൻഡായി. ആയിട്ടില്ല. ഇഞ്ഞുണ്ട് ഇത് 30 സെക്കൻഡായി എന്നാ പറഞ്ഞത്. 1 മിനിറ്റ് അല്ലേ? പതിനേഴ്, 16, 15, 14, 13, 12, 11, 10, 9, 7, 6, 5, 4, 3, 2, 1. കഴിഞ്ഞു. കുളം കര കുളം കര കുളം കര കുളം കര കുളം കര കര.
ഔട്ടായി. ഇനി അടുത്ത ആൾക്കാര് ബാക്കി കളിക്കുക. കുളം കര കുളം കര കുളം കുളം രണ്ടാളായിട്ടായി. അത് കുഴപ്പമില്ല, അത് വീഴാൻ പോയി നിന്നുവല്ലോ, നിന്ന് അപ്പൊ കയറിക്കോ. അല്ല അത് കുഴപ്പമില്ല, അങ്ങനെ പോണേ അല്ലാതെ ഔട്ടാവില്ല. അമ്മ ഫസ്റ്റ് പോയി. ശരി നിങ്ങൾ കളിക്ക്. ഇത്രയും കൂടി ഞാൻ കുളം അങ്ങനെ പോണം. കര എന്താ ആദ്യം വരെ ആ ശരി. ആ കര കര കുളം കുളം കര കുളം കര പോയി. ഈ ശ്രീകുട്ടി അമ്മ രണ്ടാളും കളിക്ക്. കുളം കര കുളം കര കുളം കര കര. ശ്രീകുട്ടി പിന്നെ അപ്പോൾ നമ്മുടെ തിരുവോണ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. കുറേ നേരം കളിച്ചും ചിരിച്ചും തമാശകൾ പറഞ്ഞും അങ്ങനെ ടൈം പോയത് അറിഞ്ഞില്ല. ഏകദേശം ഒരു 10 മണിയോടെയാണ് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നിട്ടുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മടിക്കില്ലേ. അതുപോലെ തന്നെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.